ഉസ്ബെക്കിസ്ഥാനിൽ ക്രൂരമായി കൊല്ലപ്പെട്ട സാവരിയ ബസന്തിനെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പറ്റിച്ചു. കാരണം സാവരിയ ബസന്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകുമെന്നാണ് പറയുന്നത്. ക്രൈംബ്രാഞ്ചിന് ഒരിക്കലും ഉസ്ബെക്കിസ്ഥാനിലെത്തി ഈ അന്വേഷണം നടത്താൻ കഴിയില്ല. ആരെയാണ് രമേശ് ചെന്നിത്തല ഭയക്കുന്നത്? ഈ വാർത്ത പിന്നീട് വലിയ രീതിയിൽ പൊതുസമൂഹത്തിൽ എത്താത്തതിന് പിന്നിൽ ആരുടെ കരങ്ങളാണ്? ഈ മതഭീകരവാദം, തീവ്രവാദം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസും ഒക്കെ വലിയ ഒച്ചപ്പാടുണ്ടാക്കേണ്ടതാണ്. ഇവിടെ സാവരിയ ബസന്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു. പ്രതിയായിട്ട് നിൽക്കുന്ന ആരാ? മലപ്പുറം സ്വദേശിയായിട്ടുള്ള സദറുൽ അനമാണ്. അല്ല, അതുകൊണ്ട് മുസ്ലിം സമുദായ അംഗമാണ്. അപ്പൊ സദറുൽ അനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ എന്തുകൊണ്ട് കേരള സർക്കാർ വിമുഖത കാണിക്കുന്നു? വി.ഡി. സതീശൻ സർക്കാരിനെ ഇപ്പൊ നിയന്ത്രിക്കുന്ന ആരാ? ശരിക്കും പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ് ഒക്കെ ആണല്ലോ. അപ്പൊ അവർ പറയുന്നതിനപ്പുറത്തേക്ക് സർക്കാർ മാറുന്നില്ല. ഇവിടെ ആ പെൺകുട്ടിയുടെ സ്വദേശത്തെ MLA എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹം ആ വീട് സന്ദർശിച്ചതിന് ശേഷം പറയുന്നത് എന്താണ്? ഇതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതല ഏൽപ്പിച്ചു. സത്യത്തിൽ ഈ ക്രൈംബ്രാഞ്ചിന് ഇതേക്കുറിച്ച് അന്വേഷിക്കാനൊന്നും പറ്റില്ല. ഇത് ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു സംഭവമല്ലേ? അതേക്കുറിച്ച് ഗൗരവമായി അന്വേഷണം നടത്തണമെങ്കിൽ ഇതേക്കുറിച്ച് കേരള പോലീസ് അന്വേഷണം CBIക്ക് കൈമാറണം, അല്ലെ അതിനുള്ള നടപടി സ്വീകരിക്കണം. CBIക്ക് മാത്രമേ രാജ്യാന്തര തലത്തിലുള്ള ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. എന്നിട്ടും രമേശ് ചെന്നിത്തല ആരെയാണ് പറ്റിക്കുന്നത്? അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, സ്വന്തം ധർമ്മവും സംസ്കാരവും അതുപോലെ തന്നെ ചൈതന്യവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് പോകണമെന്ന് സാവരിയ ബസന്തിന്റെ അടുത്ത് ഈ കാമുകൻ ആവശ്യപ്പെടുന്നു. ഈ പെൺകുട്ടി പറയുന്നു, അങ്ങനെ ഇത്രയും നാൾ വിശ്വസിച്ച എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എന്റെ മാതാപിതാക്കളെയും തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ ഒപ്പം വരുന്നില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള സ്ഥലത്ത് ഉറ്റവരും ഉടയവരും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സ്ഥലത്ത് മലയാളികൾ തമ്മിൽ വലിയ ബന്ധമുണ്ടാകും. അപ്പൊ ഇത്രയും നാൾ ഈ പെൺകുട്ടിയുടെ കാമുകൻ എന്ന നിലയിൽ നിന്നതുകൊണ്ടായിരിക്കാം ഇവളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ ഇവൻ തുടങ്ങി. ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ വീട്ടുകാരറിയുന്നില്ല. അവിടുത്തെ അധ്യാപകരൊന്നും ചോദിക്കാനും അന്വേഷിക്കാനും പോകില്ല. അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഈ സാവരിയെ കൊല്ലപ്പെട്ട സമയത്ത് ഇവരുടെ ഒരു ബന്ധുവാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ ഉസ്ബെക്കിസ്ഥാൻ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഉസ്ബെക്ക് സ്വദേശികളായ കുറച്ചു പേർ ഈ ബന്ധുവിന്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിനും നടപടിക്കും പോകരുത്, നിങ്ങൾ ഇതിൽ നിന്നെല്ലാം പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. എന്തിനാണ് ഉസ്ബെക്കിസ്ഥാൻകാരായ കുറച്ചു പേർ ഇതിനകത്ത് ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മതം മാറ്റ ലോബിയുണ്ട്. ആ ലോബിയുടെ കരങ്ങളുടെ ഇരയായിട്ട് ഈ പറയുന്ന സദറുൽ അനം മാറിക്കാണും. സദറുൽ അനത്തെ ഉപയോഗിച്ചുകൊണ്ട് സാവരിയ ബസന്തിനെ നിർബന്ധപൂർവ്വം മതം മാറ്റം നടത്താനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തു. ഒരു വനിതാ ഓഫീസറാണ് ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത്. ഈ വനിതാ ഓഫീസർ സാവരിയയുടെ ബന്ധുവിനോട് പറഞ്ഞത്, നിങ്ങളുടെ കുട്ടിയെ ക്രൂരമായിട്ടാണ് ഉപദ്രവിച്ചത്, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇനി തല്ലുകൊള്ളാൻ ഒരു സ്ഥലം പോലും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലുള്ള അന്വേഷണമായിട്ട് പോകണം എന്നുള്ള ഒരു ഉപദേശം നൽകി. പക്ഷെ ഉസ്ബെക്കിസ്ഥാനിൽ പല ആളുകളുടെയും സമ്മർദ്ദം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോളേജിന്റെ അധികൃതരുടെയൊക്കെ തന്നെ വലിയ പ്രഷർ അധികാരികൾക്ക് മേലിലുണ്ടെങ്കിൽ ഇതിന്റെ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് കേരളത്തിലേക്ക് വന്നപ്പോൾ ഈ സാവരിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. അങ്ങനെ റീപോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നു, കാൽപാദം മുതൽ തലഭാഗം വരെ ഓരോ ഇഞ്ചും ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായിട്ടുണ്ട്. ശരീരം ആസകലം കടിച്ചു മുറിച്ചു വെച്ചിട്ടുണ്ട്. തലയ്ക്ക് 2 ക്ഷതം മാരകമായി ഏറ്റിട്ടുണ്ട്. നെഞ്ചത്ത് പലതവണ ബൂട്ടിട്ട് ചവിട്ടിയതിന്റെ ക്ഷതമേറ്റ പാടുകളുണ്ട്. അപ്പോൾ ഇത്രയും ക്രൂരമായ മർദ്ദനം ഏൽക്കണമെങ്കിൽ കുറെ കാലമായിട്ട് ഇത് നടന്നു വരികയായിരിക്കും. എന്തുകൊണ്ട് സാവരിയുടെ സുഹൃത്തുക്കൾ പോലും ഇക്കാര്യം പറയുന്നില്ല? ഇനി പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ കോളേജിന്റെ പരസ്യം ചെയ്യുന്നത്. ആ പരസ്യം ചെയ്തു എന്നുള്ള ആരോപണം വന്നിട്ടും എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഒന്നും പ്രതികരിക്കുന്നില്ല? അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഒന്നും പറയുന്നില്ല, പാണക്കാട് തങ്ങളൊന്നും പറയുന്നില്ല? ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ആചാരങ്ങളും എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയാണോ അവിടെ വല്ലതും നടന്നത്? ഇല്ല. ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നടത്താം. ഇങ്ങനെയാണ് IML എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ, ഇങ്ങനെയാണ് ആ സ്ഥാപനം. അതിന്റെ ചെയർമാനാണ് ഇപ്പോ റഷീദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം പാണക്കാട് കുടുംബാംഗമാണ്. അദ്ദേഹം ഇപ്പോഴിരിക്കുന്ന തങ്ങളുടെ കൊച്ചിച്ചന്റെ മകൻ, അങ്ങനെ അല്ലെ, കൊച്ചിച്ചൻ എന്നാണ് നമ്മൾ പറയുന്നത്, അറിയില്ല, എന്തായാലും ആ മകനാണ് അദ്ദേഹം. ഈ കോട്ടക്കലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്തത്. ഈ സ്ഥാപനം വഴിയല്ല സാവരിയ ബസന്ത് പോയത്. അത് ആ പെൺകുട്ടി പോയത് തിരുവല്ലയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ബുക്കാറ, അതുവഴിയാണ് ആ പെൺകുട്ടി പോകുന്നത്. അപ്പൊ ഈ ഇസ്ലാമിക അന്തരീക്ഷമൊന്നും ആ പെൺകുട്ടി കാണുന്നില്ല. അപ്പോ പിന്നെ പൊതുവെ ഈ ഇസ്ലാമിക അന്തരീക്ഷം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം. ഈ കണ്ണൂരും മലപ്പുറവും അവിടെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ, ഈ മുസ്ലിങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കല്യാണ വീടുകളിൽ പോലും സാരി കെട്ടി മറയ്ക്കും, ആണും പെണ്ണും കാണാതിരിക്കാൻ. 2 തട്ടാണ്. മരണ വീട്ടിൽ പോലും പെണ്ണുങ്ങൾക്ക് പുറകിൽ കൂടെ പോകാൻ പറ്റുള്ളൂ, ഫ്രണ്ടിൽ കൂടെ പോകാൻ കഴിയില്ല, ഫ്രണ്ടിൽ നിൽക്കാൻ കഴിയില്ല. ഖബറിടത്തിലേക്ക് പെണ്ണുങ്ങൾക്ക് പോകാൻ പാടില്ല. ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ
ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഇസ്ലാമിക അന്തരീക്ഷം ഈ കേരളത്തിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് പിന്നെ ഉസ്ബെക്കിസ്ഥാനിൽ ഹിന്ദു പെൺകുട്ടികളും അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും, ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ പോട്ടെ, ഹിന്ദു പെൺകുട്ടികളും മുസ്ലിം പിന്നെ ആൺകുട്ടികളും തമ്മിൽ ഇടപഴകി ഒരുമിച്ച് കഴിയുന്നത്? അതുപോലെ ഈ പെൺകുട്ടിയെ മൃഗീയമായി തല മുതൽ പാദം വരെ ഉപദ്രവിച്ചു. അതായത് ഒരു അച്ഛനും അമ്മയ്ക്ക് സഹിക്കാവുന്നതിന്റെ ഇരട്ടിയാണ് ആ പെൺകുട്ടി ഉപദ്രവിച്ചത്. അതിന്റെ തലയിൽ രക്തസ്രാവം, ആന്തരിക അവയവങ്ങളിൽ വലിയ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ കാല് പിന്നെ തല്ലി ഒടിച്ചിട്ടുണ്ട്, അതിന്റെ തലയിൽ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, നട്ടലിൽ ക്ഷതമേറ്റിട്ടുണ്ട്, നെഞ്ചിൽ ബൂട്ടിട്ട് ചവിട്ടി. ഒരു പെൺകുട്ടി, അതായത് ഒരു 21-22 വയസ്സല്ലേ വരും ആ പെൺകുട്ടിക്ക്, അത് അനുഭവിക്കുന്നതിന്റെ ഏറ്റവും മാക്സിമം അനുഭവിച്ചാണ് ആ പെൺകുട്ടി മരിച്ചത്. എന്തിനാണ്? അത് ആരെങ്കിലും കൊന്നതാണോ? അത് മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണോ? അത് അഴിമതി നടത്തിയിട്ടാണോ? അത് ആരുടെയെങ്കിലും പണം മോഷ്ടിച്ച്? അല്ല, മതം മാറിയില്ല, ഇസ്ലാമിക മതത്തിലേക്ക് മാറിയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്താ ഇപ്പൊ ഹാഷ്ടാഗ് ഉയരണ്ടേ? സാവരിയക്കെതിരെ ഫേസ്ബുക്കിൽ ഹാഷ്ടാഗ് ഉയരണ്ടേ? അവർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓരോ ചാനലുകാരും ബുക്ക് എഴുതുന്നു, 24 മണിക്കൂറും ഇവിടെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും ചാനലിന്റെ ബ്രേക്കിങ്ങിൽ എഴുതി കാണിക്കുന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകുന്ന കാര്യങ്ങളൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് കാണിക്കുന്നു. എന്താ ഇരയ്ക്കൊപ്പം നിൽക്കുന്നില്ല? അതിനൊരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകന്മാരും ഒക്കെ ഇപ്പൊ മൗനം പാലിക്കണല്ലോ. കൊല്ലപ്പെടുന്നതിന്റെയും അത് കൊല്ലുന്നതിന് കൂട്ടു നിൽക്കുന്നതിന്റെയും മതം നോക്കി മാത്രം പ്രതികരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രശ്നം എന്താ? മാധ്യമങ്ങൾ ഈ അനാസ്ഥ കാണിക്കുന്നതിന് മാത്രം. ഇവിടുത്തെ പ്രശ്നം എന്താ? ഹിന്ദു ആയ ഒരു പെൺകുട്ടിക്ക് ന്യായം കിട്ടും എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങളുണ്ടല്ലോ, ഇതൊന്നും തന്നെ വാർത്തകൾ കൊള്ളുന്നില്ല. ഈ സാവരിയ ബസന്തിന് നീതി കിട്ടണമായിരുന്നുവെങ്കിൽ ഈ പറയുന്ന മത തീവ്രവാദിയായി ഇവൻ RSS കാരനായിരിക്കണം, അല്ലെങ്കിൽ അവൻ ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചവനായിരിക്കണം, ഹിന്ദു വിശ്വാസങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നവനായിരിക്കണം. എങ്കിൽ ചാനലുകൾ നിരന്തരം ചർച്ച നടത്തും, ഹാഷ്ടാഗ് ഉയരും, ഇരയ്ക്കൊപ്പമാണ് എന്നുള്ള രീതിയിൽ അവര് പിന്നെ വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുക്കും. സാവരിയുടെ വീട്ടിൽ 24 മണിക്കൂറും ചെന്ന് കമന്ന് കിടന്ന് അവിടുത്തെ എല്ലാ വിഷ്വലും പകർത്തും. സാവരിയുടെ അടക്കിയ ശ്മശാനത്തിന്റെ അടുത്ത് പോയി നിന്ന് ഇവിടെയാണ് ആ പെൺകുട്ടി ഏതാ ഉയർത്തെഴുന്നേൽക്കും മുമ്പേ ഇല്ലാതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള നാടകീയമായ രംഗങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഇതൊന്നുമല്ല, അവളൊരു ഹിന്ദുവും അവളെ കൊന്നവൻ ഒരു മുസ്ലിമുമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ സദർ അനം എന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടെ പഠിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കൾ പോലും ഈ സാവരിയെ മതം മാറ്റത്തിന് നിർബന്ധിച്ചു. അവന്റെ മാതാപിതാക്കൾ എങ്ങനെ നിർബന്ധിക്കുന്നത്? അതായത് ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കാം, അവൾ നമ്മുടെ മതമാണോ? അല്ല, എങ്കിൽ മതം മാറ്റൂ. അപ്പൊ ഉസ്ബെക്കിസ്ഥാനിൽ മതം മാറ്റ മാഫിയുണ്ട്, ഇവൻ അതിന്റെ കണ്ണിയാണ്, ഇവന്റെ മാതാപിതാക്കളും കണ്ണിയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്ര വലുതാണ്. അങ്ങനെ കണ്ണികളാണ്, അവർക്കെതിരെ അന്വേഷണം നടത്തണം, അവരെ കുറ്റവാളികളാക്കി പ്രതിയാക്കി അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ CBI അന്വേഷണം വേണം. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അല്ലെ ആഭ്യന്തര വകുപ്പ് ഈ കേസ് CBIയുടെ അന്വേഷണ പരിധിയിലേക്ക് വിടാത്തത്? അപ്പൊ ഇത് മനഃപൂർവ്വം UDF സർക്കാരിലുള്ള സമ്മർദ്ദം ഈ ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ് ഒക്കെ എടുക്കുന്നു. അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സർക്കാരിന് തീരുമാനം എടുക്കാൻ പറ്റൂ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ സാവരിയ ബസന്ത് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ രംഗത്തേക്ക് വരുന്നില്ല. മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാതെ മുക്കുന്നു. അപ്പൊ പിന്നിൽ കൃത്യമായ അജണ്ടയില്ലേ? എത്രയോ കാലമായി ഈ പെൺകുട്ടി അവിടെ പീഡനം അനുഭവിച്ചു വരികയാണ്. ഇവൾ ആദ്യം അവധിക്ക് വരുമെന്ന് പറഞ്ഞ ദിവസം വരാൻ കഴിഞ്ഞില്ല, പിന്നെയും 10 ദിവസം നീട്ടി അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞു. ആ വരുമെന്ന് പറയുന്ന ദിവസത്തിന് 2 ദിവസം മുമ്പാണ് മരണ വാർത്ത വീട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ പെൺകുട്ടിക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കുന്നുണ്ട് എന്ന കാര്യം സാവരിയുടെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. എന്തുകൊണ്ട് അവർ വീട്ടിൽ അറിയിക്കുന്നില്ല? അല്ലെങ്കിൽ സാവരിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളെ അറിയിക്കുന്നില്ല? അതായത് ഉസ്ബെക്കിസ്ഥാനിലെ മതമാറ്റ മാഫിയയ്ക്ക് അത്രത്തോളം പവറുണ്ട് ആ സ്ഥലത്ത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിം സമുദായത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പാഠ്യപഠന രീതിയിൽ നിന്ന് ഈ ഹോസ്റ്റൽ എന്ന് പറയുന്ന 1ാം നിലയിൽ പെൺകുട്ടികളാണെങ്കിൽ 2ാം നിലയിൽ ആൺകുട്ടികൾ, 3ാം നിലയിൽ പെൺകുട്ടികൾ, 4ാം നിലയിൽ ആൺകുട്ടികൾ, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിങ്കിൾ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ മിങ്കിൾ ചെയ്യാൻ അവസരം വരുമ്പോൾ മലയാളി എന്ന നിലയിൽ സാവരിയും ഇവനുമായി അടുപ്പം ഉണ്ടായി കാണും. പക്ഷേ സ്വന്തം ആശയങ്ങളെ, ആദർശങ്ങളെ, വിശ്വാസങ്ങളെ, മാതാപിതാക്കളെയൊക്കെ തള്ളിക്കളഞ്ഞ് ഇവന്റെ മതത്തിനൊപ്പം ചേരണമെന്ന് പറയുമ്പോൾ അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ക്രൂരമായി ഉപദ്രവിക്കുകയാണോ? അത്രയും ക്രൂരമായ ഉപദ്രവം ഉണ്ടായിട്ടും ഈ പെൺകുട്ടി തന്റെ സുഹൃത്തുക്കളോടെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടായിട്ടും ആ വിവരം പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഉസ്ബെക്കിസ്ഥാനിൽ വലിയൊരു മതമാറ്റ മാഫിയുണ്ട്. ഈ കേസ് അന്വേഷിച്ച വനിതാ ഉദ്യോഗസ്ഥ, പോലീസ് ഉദ്യോഗസ്ഥ, അവർ പറഞ്ഞത് ഈ പെൺകുട്ടിയെ അത്രമേൽ ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സാവരിയുടെ ബന്ധുക്കളുടെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത്, ഇത് ഇന്ത്യയിൽ അന്വേഷിക്കണോ അതോ ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാനിൽ പോയി അന്വേഷിക്കാനുള്ള നടപടി എടുക്കണോ അവർക്കറിയില്ല. ഈ ഹിന്ദു ഐക്യവേദി ഒക്കെ ഇത് ഒന്നുകിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം, കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം,
എന്നിട്ട് NIA CBI ഈ കേസ് ഏറ്റെടുക്കണം. കാരണം ഇത് ഒരു സാവരിയിൽ ഇത് തീരുന്നില്ല. ഇനിയും നമ്മുടെ പെൺകുട്ടികൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ നമ്മുടെ പെൺകുട്ടികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പഠിക്കാൻ പോകേണ്ടവരാണ്, പഠിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. നാളെ അവരെയൊക്കെ ഇതുപോലെ മതം മാറ്റത്തിന്റെ പേരിൽ നാളെ അവരൊക്കെ എത്തുന്നത് ജീവനോടെ പോകുന്നവർ ഡെഡ് ബോഡികളായി തിരിച്ചെത്തിയാൽ നമ്മുടെ പിന്നെ അച്ഛനമ്മമാരുടെ അവസ്ഥ എന്താണ്? ഇത് ആരോടാണ് അവർ പോയി പറയേണ്ടത്? അപ്പൊ ഇതിനൊക്കെ ഒരു കൃത്യമായ നടപടി, അല്ലെങ്കിൽ ഈ മതം മാറ്റുന്നവന്മാരെ അപ്പൊ തന്നെ തലവെട്ടി കൊല്ലാനുള്ള എന്തെങ്കിലും ഒരു നടപടിയോ എന്തെങ്കിലും ശക്തമായ ഒരു നിലപാട് എടുക്കണം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ GCC രാജ്യങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇവനൊക്കെ മുസ്ലിം ആണെങ്കിൽ പോലും ഇവനെയൊക്കെ അപ്പൊ തന്നെ തീർത്താനെ. അത് ഉസ്ബെക്കിസ്ഥാനിലെ നിയമം എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം നിയമങ്ങൾ ഉണ്ടാകും, ഇവനെ ഒന്നും ചെയ്യില്ല, എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഉള്ളവന്മാരെ ഒന്നും വെറുതെ വിടരുത്. ഇനിയും മതം മാറാൻ ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ പ്രേമിക്കുന്നതിന് മുൻപ് ആര്യ സമാജം തിരുവനന്തപുരത്തുണ്ട്, അവിടെ പോയി ഒന്ന് ഈ പെൺകുട്ടികൾ ഒന്ന് സംസാരിക്കണം. അവിടുത്തെ പെൺകുട്ടികളോട് ഇവരൊക്കെ കാണിക്കുന്ന എന്താണ്, ചെയ്യുന്നത് എന്താണെന്ന്. ഒന്നും വേണ്ട, ഹാദിയുടെ കേസ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വായിച്ചു നോക്കിയാലും മനസ്സിലാകും. അതുകൊണ്ട് മതം മാറ്റം അല്ല പ്രണയം, അത് ഇനിയെങ്കിലും കുരിപ്പുകളെ ഒന്ന് മനസ്സിലാക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.